ഭംഗിയെ കാത്തുസൂക്ഷിക്കുന്ന ജീവരേഖയായ നദിയാണ് പെരിയാർ. സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഗാർഹികം, വൈദ്യുതി, വിനോദസഞ്ചാരം, മത്സ്യബന്ധനം, തീർത്ഥാടനം, ജലസേചനം, മണൽ ഖനനം, കുടിവെള്ളം, ഉൾനാടൻ ഗതാഗതം, വ്യവസായങ്ങൾ തുടങ്ങി ബഹുമുഖങ്ങളായ ആവശ്യങ്ങൾക്ക് പെരിയാർ ഉപകാരപ്പെടുന്നു. എന്നാൽ പ്രകൃതി നമുക്ക് നൽകിയ ഈ ജലസ്രോതസ്സിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഞെട്ടിക്കുന്നതാണ്. തെളിനീരൊഴുകിയ പെരിയാറിൽ ഇപ്പോൾ ഒഴുകുന്നത് കറുത്ത നിറമുള്ള മലിനജലം. ലോക്ക്ഡൌൺ കാലത്തും പെരിയാർ തീരങ്ങളിൽ മലിനീകരണം അതിരൂക്ഷമാണ്. ലോക്ക്ഡൌൺ ലംഘിച്ച ചില കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പല വ്യവസായശാലകളിൽ നിന്നും ETP പ്ലാന്റുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് നിക്ഷേപിക്കുന്നുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. കുറച്ചു ദിവസങ്ങളായി കറുത്തതും ഇരുമ്പ് കലർന്നതുമായ നിറങ്ങളിലാണ് പെരിയാർ കാണപ്പെടുന്നത്. മലിനീകരണം മൂലം പ്രദേശത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും പതിവായി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും അവശ്യ സർവീസ് അല്ലാത്തതിനാൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ നിന്നുള്ള വെള്ളമാണ് കൊച്ചി നഗരപ്രദേശത്തെ 40 ലക്ഷം പേരും നദീതടത്തെ 10 ലക്ഷത്തോളം ആളുകളും കുടിക്കുന്നത്. പാതാളം ബെണ്ടിന് താഴെ മാരകമായ രാസകീടനാശിനികളും ഖനലോഹങ്ങളും കലർന്ന വിഷജലം കുടിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ലോകവ്യാപകമായി കുടിവെള്ളത്തിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പെരിയാർ വെള്ളത്തിലില്ലെന്ന് നേരത്തെ വ്യക്തമായതാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പോലും പെരിയാർ വെള്ളത്തിനില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പഠനം വ്യക്തമാക്കുന്നു. ഇടുക്കി, എറണാകുളം ജില്ലകളിലായി പെരിയാർ തീരത്തെ 16 കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളം പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രകൃതിയുടെ മേൽ മനുഷ്യൻ നടത്തിയ ക്രൂരമായ അധിനിവേശത്തിന് പ്രകൃതി നൽകിയ ശിക്ഷയാണ് ഇന്ന് ലോകം മുഴുവൻ അനുഭവിക്കുന്നത്. പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ ആവോളം സ്വീകരിച്ച ദൈവത്തിന് സ്വന്തം നാടായ നമ്മുടെ കേരളവും അതുപോലൊരു ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ഇടയാകാതിരിക്കട്ടെ. അധികാരികളുടെയും പ്രകൃതി ശോഷകരുടെയും കണ്ണു തുറക്കും വരെ ഈ വാർത്ത ഷെയർ ചെയ്യൂ. ഒഴുകട്ടെ വീണ്ടും പെരിയാറിൽ തെളിനീർ പ്രവാഹം. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം.